സുന്ദരി വരെ തുടങ്ങാല്ലേ. പിന്നെ ഞാൻ മക്കളോടൊരു കാര്യം ചോദിക്കട്ടോ. ഞാനിത് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ഇടുന്നേ. ചോദ്യം ഇതാണ്, മക്കളിപ്പം അമ്മേരെ ഫോൺ എടുത്തിട്ട് വീഡിയോ കാണല്ലേ? വീഡിയോ കാണുമ്പം മക്കൾ ഏറ്റവും കൂടുതൽ കാണല് ഏതാണ് കാണല്? എല്ലാം കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ പിന്നെ ഇപ്പോൾ നീ എന്നാ ചാനലിൻ്റെ പേര് പറഞ്ഞാണ് പുള്ളുകുത്തി. അങ്ങനെ മക്കൾക്ക് ഇഷ്ടമില്ല അല്ലേ കാണല്? അന്നേരം ഈ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പിന്നെ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എൻ്റെ കുഞ്ഞുമക്കളുടെ അഭിപ്രായം എന്നാണ്? എന്ന് വെച്ചാൽ അങ്ങനെ ഒക്കെ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഒരാൾക്ക് ഇപ്പം സങ്കടാവുന്ന രീതിയിൽ ഇപ്പം നമ്മൾ നെഗറ്റിവിറ്റി ചെയ്താലും ആരെ കുറിച്ചാണ് ചെയ്തതിന് അവർക്കൊരു ദേഷ്യമോ സങ്കടമോ വരും. അപ്പം അവര് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും അത് നമ്മളെ കുറിച്ച് ഒരാൾക്ക് ഉള്ളിൽ ഇങ്ങനെ ഇതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം, ഇപ്പം അച്ഛൻ അത്യാവശ്യം PSC ക്ലാസ്സും മറ്റേതെല്ലാം മുമ്പ് എടുത്തോണ്ടെന്ന്. അപ്പം അന്നേരം ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് അങ്ങനത്തെ വീഡിയോ കാണാൻ ആരുമില്ല എന്നുള്ള ഒരു പരിഭവം എൻ്റെ മോള് പറഞ്ഞില്ലേ? അതെന്തേ ഇപ്പം അതൊന്നും ആർക്കും താല്പര്യമില്ല അല്ലേ? ഇല്ല, എല്ലാവർക്കും ഇപ്പൊ കോമഡി ഒരു ഇൻട്രസ്റ്റിംഗ് എല്ലാവർക്കും ഇഷ്ടം. ഇന്ന് നേരത്തെ നീ അച്ഛൻ്റെ ഫോൺ കാണുമ്പോൾ ആ സീരിയലിലെ ഒരു ചേച്ചി വന്നിട്ട് പിന്നെ എന്തെല്ലോ വർത്താനം പറയുന്ന അത് കണ്ടിട്ടേ, അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ആ ചേച്ചി പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അവര് കഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിന് വേണ്ടിട്ട് ജീവിക്കുമ്പോ കൊറേ ആളിങ്ങനെ വന്ന് അല്ല, എന്ന വിഷയം എന്നറിയാം. അവർ കുറച്ച് അതായത് അവർക്കിപ്പോൾ അവർ 2-3 കല്യാണം കഴിച്ചു എന്നുള്ള പേരിലാണ് അവരെ ഈ പറയുന്ന ആൾക്കാരൊക്കെ പിന്നെ വിമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിമർശിക്കുമ്പോൾ അവർ കല്യാണം കഴിച്ച് അവരിപ്പോൾ ചിലപ്പോൾ 1-2 കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഒരു കല്യാണം കഴിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് ആ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു സംഭവം, അത് നമ്മളിപ്പോൾ ഒരാളെ അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാൾ വരുന്നില്ലല്ലോ. അതറിയുന്നതായിരിക്കാന്ന് നിൻ്റെ അമ്മക്കും നിങ്ങൾക്കും. അച്ഛനില്ല വെച്ചോ, നിങ്ങൾക്ക് രണ്ടാൾക്കല്ലേ അറിയില്ലേ? അപ്പം ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ എന്നാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ പിണറായി വിജയൻ സഖാവിനോടൊന്ന് പറയാനാട്ടോ, ഇങ്ങനെ ഇടപെടുന്നതിൽ അവരെല്ലാം ഇടപെട്ട് ഉണ്ടല്ലേ? അതായത് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നവരാ നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ മാമനില്ലേ, ശിവൻകുട്ടി മാമനെ അറിയില്ലേ, വിദ്യാഭ്യാസ മന്ത്രി താടി വെച്ച അവരോടെങ്കിലും പറ, ഇങ്ങനത്തെ വീഡിയോ